ആ ജിപ്സം പൗഡറിന്റെ ക്ഷീണമൊന്നും മാറി വരികയായിരുന്നു അല്ലേ? ഷോ, ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് അതിനേക്കാൾ കൗതുകമുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്ത്? അന്ന് കോടതിയിൽ കൊണ്ടുവന്നേരം മുറ്റത്ത് വെച്ചവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തോ പറഞ്ഞതായിട്ട് തോന്നി, അങ്ങോട്ട് വ്യക്തമായില്ല. വ്യക്താക്കി തരാം. എന്നെങ്കിലും പുറത്തിറങ്ങുമ്പോൾ തന്നെ കൊല്ലുന്നാവൻ പറഞ്ഞ. ഏയ്, അങ്ങനെ ആയിരിക്കില്ല. ആണ്. വല്ലാത്തൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ആ സ്വരത്തില്. ഒരു പൗരന് അവൻ്റെ ജീവനോ സ്വത്തിനോ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഭീഷണി ഉണ്ടെങ്കിൽ ആ പൗരന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാവുന്ന നിയമമുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കോപ്പിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് കുറച്ച് പാർലമെന്ററി ആയിട്ട് സംസാരിക്കാം. ഇവിടെ വന്നിട്ട് ഈ കോണോത്തിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് തനിക്കിനി ഞാൻ പ്രൊട്ടക്ഷൻ തരുമെന്ന് തോന്നുന്നുണ്ടോ?